ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഫ്ലവർ ബെഡാണിത്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ ഡെയ്സി, അജുറേറ്റം, നല്ല പേർപ്പിൾ കളറിലെ ആസ്റ്റർ ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ക്രിസാന്തമം, ഈവനിങ് പ്രിംറോസ്, ഗലാർഡിയ എന്ന് പറയുന്ന പൂവ്, പെറ്റൂണിയ എന്ന് പറയുന്ന പൂവ് അതെല്ലാം, വെർബേനിയ, സ്ട്രോ ഫ്ലവർ മഞ്ഞ നിറത്തിലെ നല്ല ഭംഗിയുള്ള, പിന്നെ ശാസ്ത ഡേസി, ടെത്തോണിയ, ഗ്ലോബ് അമരാന്ത്, വെർബേനിയ എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നട്ടത് സോഫാർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ബെഡ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കും അടുത്ത ദിവസം. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഗ്രോയിങ്. ഇനി ഇത് നമ്മുടെ ഗ്രീൻസ്, സാലഡ് ഗ്രീൻസ് നട്ടതായിരുന്നു, അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം. ഇത് സാലഡ് ബോൾ ലെറ്റസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നട്ടിട്ട് ഇപ്പോൾ 7 ദിവസം 8 ദിവസം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇതൊക്കെ വരാൻ തുടങ്ങി. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തിന്ന് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിന് നല്ല സ്പേസ് കിട്ടും. ഇത് വേറൊരു വെറൈറ്റി ലെറ്റസാണ്. പിന്നെ ലെറ്റസ് മിക്സ് അധികം അങ്ങോട്ട് സ്പ്രൗട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും വരുന്നുണ്ട്. അതിന് 14 days എടുക്കുന്നതാണ് അതിന് നമ്മുടെ സീഡ് പാക്കറ്റിൽ എഴുതിയിരുന്നത്. എന്നാലും വരുന്നുണ്ട്. പിന്നെ ലെറ്റസ് വൈറ്റ് ബ്ലോസം എന്ന് പറഞ്ഞത് വരുന്നുണ്ട്. അതും കുറച്ച് സ്ലോ ആണ്. അതിനും 14 days എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ കെയിൽ നന്നായിട്ട് സ്പ്രൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അർഗുല എന്ന് പറഞ്ഞ ഗ്രീനാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഉണ്ടാവും. പിന്നെ സ്വിച്ച് ചാർഡ് എന്ന് പറഞ്ഞതും നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊളാർഡ് ഗ്രീൻ നമ്മളിട്ടത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ഫേവറേറ്റ് എൻഡൈവും നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ആർ ഗ്രീൻ ബെഡ്. ഇറ്റ്സ് കമ്മിങ് റിയലി ബ്യൂട്ടിഫുൾ. ഇനിയിപ്പോൾ ഇതിനും അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ വെജിറ്റബിൾ ബെഡാണ്. വെജിറ്റബിൾ ബെഡിൽ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ബീൻസിൻ്റെ റണ്ണർ ഇങ്ങനെ പതുക്കെ വരുന്നേ ഉള്ളൂ. ഇറ്റ്സ് കമ്മിങ്. പിന്നെ സ്പിന്നച്ച് ഒക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇറ്റ്സ് റിയലി നമ്മുടെ സ്പിന്നച്ചാണത്. വേറൊരു വെറൈറ്റി സ്പിന്നച്ചും നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ റാഡിഷ് നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. നമ്മുടെ ബീറ്റ്റൂട്ട് പിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ടു സീ. നമ്മുടെ ബഞ്ചിങ് അനിയൻ സ്പ്രൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നട്ടിട്ട് ഒരു 7-8 ദിവസമായി. അപ്പോൾ ഇതിൻ്റെ ജെർമിനേഷൻ പറഞ്ഞ് ആ ഡേറ്റിൽ തന്നെ എല്ലാം വന്നിട്ടുണ്ട്, എക്സെപ്റ്റ് ഫോർ
നമ്മുടെ ബീൻസുകൾ പിന്നെ പതുക്കെ വരുന്നേ ഉള്ളൂ. അതിപ്പോൾ ഇവിടെ തണുപ്പിൻ്റേതായത് കൊണ്ടിട്ട് കുറച്ച് ലേറ്റ് ആവുന്നതാണ്. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു കം അപ്പ്. വിൽ വെയിറ്റ് ആൻഡ് സീ. So this is our vegetable garden. നമ്മൾ നട്ട ട്രാൻസ്പ്ലാന്റ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലാൻട്രോ ഇച്ചിരി ബാഡായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ വേറൊരു ബാച്ച് സീഡ് നട്ടിട്ടുണ്ട്. നമ്മുടെ സേജ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പാഴ്സലി ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടാമത് വരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ട്. റോസ്മേരി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സേജ് കട്ട് ചെയ്തിട്ട് പിന്നെയും വരുന്നുണ്ട്. നമ്മുടെ മിൻറ്റ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഞാനൊരു തവണ എടുത്തതാണ്. മറ്റു ചെറിയ ചെറിയ ഇലകൾ പിന്നെയും വന്നതാണ് അവിടുന്ന്. സോ ആർ ട്രാൻസ്പ്ലാന്റഡ് ബെഡും നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. എക്സെപ്റ്റ് ഫോർ നമ്മുടെ സിലാൻട്രോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്. നമ്മുടെ വെജിറ്റബിൾ ബെഡും നമ്മുടെ ഗ്രീൻസിൻ്റെ ബെഡും ഫ്ലവർ ബെഡും എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഒരു അപ്ഡേറ്റും കൂടി ഞാൻ കാണിക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.